നമ്മൾ ഈ ലോകത്തുള്ള എന്തിനെ പറ്റി നമ്മൾ സംസാരിക്കാൻ റെഡിയാണ്, പക്ഷെ സ്വന്തം പേഴ്സണൽ എക്സ്പെൻസിനെ പറ്റി നമ്മൾ സംസാരിക്കത്തില്ല എന്നത് റിയാലിറ്റിയാണ്. ജെൻസീസ് ഭയങ്കര അഗ്രസീവ് ആണ്, ഗ്രീഡി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അംബീഷ്യസ് ആയിട്ട് ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് കാരണം അവർ കാണുമ്പോൾ എന്താ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലംബോർഗിനി, ദുബായ്, ഈ ഒരു ലൈഫാണ് അവർ കാണുന്നത്. ആക്ച്വലി പാർട്ടി പബ്സ് ഇതാണ് കാണുന്നത്. ബട്ട് സോ ഇതിൽ പലർക്കും ഒരു സംശയം വെച്ചാൽ ഞാൻ ഇൻവെസ്റ്റ്മെൻ്റ് ആണോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ട്രേഡിംഗ് ആണോ ചെയ്യേണ്ടത്. ഹലോ നമസ്കാരം, എല്ലാവർക്കും ആലിസ് ബ്ലൂ പോഡ്കാസ്റ്റിൻ്റെ അടുത്ത സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒപ്പം ഒരു ഗസ്റ്റ് ഉള്ളത് മിസ്റ്റർ അരുൺ മുരളിയാണ്. ട്രേഡ് മാക്സ് അക്കാഡമിയുടെ ഫൗണ്ടറായിട്ട് കേരളത്തിനാണ് ഇന്നിവിടെ ബാംഗ്ലൂരിൽ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വന്നിരിക്കുന്നത്. വെൽക്കം മിസ്റ്റർ അരുൺ, പ്ലീസ്. സോ ഇന്നിവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ, അതായത് ഒരു എന്താ പറയുക, ഒരു ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നുമല്ല, ഒരു കോമൺ ആയിട്ട് ഒരു ട്രേഡേഴ്സിനെ സംബന്ധിച്ചോളം ഒരു ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചോളം അവരുടെ ഒരു ലൈഫിൽ ഒരു ജേണിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഫേസ് ചെയ്ത് പോകുന്നത്. സോ അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ ഡിസ്കഷനാണ് ഞാനും മിസ്റ്റർ അരുൺ കൂടി ഉദ്ദേശിക്കുന്നത്. സോ അരുൺ, വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ് സെഷൻ. പ്ലീസ്. സോ അരുണിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ബേസ്, എങ്ങനെയായിരുന്നു ഈ ഒരു അരുൺ ഈ ഫീൽഡിലേക്ക് വന്നത്, അതേമാതിരി തന്നെ എങ്ങനെയൊക്കെയായിരുന്നു അരുൺ ഇതിലേക്ക് ഒന്ന് ജേണി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ടൊന്ന്. ഓൾമോസ്റ്റ് ഒരു 9+ years ആയിട്ട് ഞാൻ മാർക്കറ്റിലുണ്ട്. ഫസ്റ്റ് വന്നത് ക്രിപ്റ്റോയിലാണ്. സാൻ ഇൻവെസ്റ്റ് അറിയാതെ വന്ന് വിട്ടാണ് കേട്ടോ. ദെൻ ലേറ്റർ ഈ ഫണ്ടെല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് പോക്കറ്റ് മണിക്ക് ആവശ്യമുള്ള, അതാണ് ഇൻവെസ്റ്റ്മെന്റും ട്രേഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് പറയാൻ പറ്റുന്നത്. ഇൻവെസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറെ അധികം നാളത് നമ്മൾ അവർ കീപ്പ് ചെയ്ത് വെക്കണം. എക്സിനെ പറ്റി നമുക്ക് നന്നായിട്ട് പ്ലാൻ ചെയ്യണം, മാർക്കറ്റ് കണ്ടീഷൻസ്, പിന്നെ ഗ്ലോബൽ എക്കണോമിക്കൽ ഫാക്ടർ, ഇതെല്ലാം നമ്മൾ നോക്കിയിട്ട് വേണം. ഇപ്പോൾ അറിയാലോ വാറൊക്കെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ലേറ്റർ ഞാൻ പോക്കറ്റ് മണിക്ക് ക്യാഷ് ഇല്ലാത്തപ്പോഴത്തേക്ക് പയ്യെ ട്രേഡിങ്ങിലോട്ട് സ്റ്റാർട്ട് ചെയ്തു. ഒരു 2 to 3 years എടുത്തു എനിക്ക് മാസ്റ്റർ ചെയ്യാനായിട്ട്, ഇതിനെപ്പറ്റി നന്നായിട്ട് പഠിക്കാൻ. ലേറ്റർ ഒരു 2021 ആയപ്പോഴത്തേക്ക് ഞാൻ ഒരു 5 പേർക്ക് പറഞ്ഞു കൊടുത്ത് തുടങ്ങിയതാണ് ഈ അക്കാഡമി. ബട്ട് ആസ് ഓഫ് റൈറ്റ് നൗ നമുക്ക് 30,000+ സ്റ്റുഡൻസ് ഉണ്ട് കേരളത്തിൽ. സോ അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നു. ഗ്രേറ്റ്. സോ ഇതിൽ പലർക്കും ഒരു സംശയം വെച്ചാൽ ഞാൻ ഇൻവെസ്റ്റ്മെന്റ് ആണോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ട്രേഡിംഗ് ആണോ ചെയ്യേണ്ടത്. സത്യത്തിൽ രണ്ടും രണ്ട് വശങ്ങളാണ്. ഫോർ എക്സാമ്പിൾ നമ്മളാ തീരുമാനിക്കുന്നത് എനിക്ക് ഇൻവെസ്റ്റ്മെന്റ് ആണോ ചെയ്യേണ്ടത് അതോ ഞാൻ ട്രേഡിംഗിലാണോ പോകുന്നത്. ആരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒന്ന് ജസ്റ്റ് ഒന്ന്. ഏറ്റവും ബെസ്റ്റ്, നിങ്ങൾക്ക് ടൈം ഉണ്ട് എന്നാൽ നല്ല രീതിയിൽ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യണം, ഇഷ്ടംപോലെ ടൈം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഗോ ഫോർ ട്രേഡിങ്. അതല്ല, നിങ്ങൾക്ക് നല്ലൊരു ജോബ് ഉണ്ട്, നിങ്ങൾക്ക് ആ ജോബിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, പാഷനേറ്റ് ആണ്, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ജോലിക്ക് തന്നെ പോവുക, അത്യാവശ്യം പൈസ ഇൻവെസ്റ്റ് ചെയ്യുക. ട്രേഡിങ് വരണം എന്നാലേ നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൊന്നുമില്ല. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് പാഷനേറ്റ് ആയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 100% അത് ചെയ്യുക. ഇതും ഒരു സോഴ്സ് ഓഫ് ഇൻകം ആണ്. ഏതൊരു ജോലിയും സോഴ്സ് ഓഫ് ഇൻകം തന്നെയാണ്. സോ പലരും വിചാരിക്കുന്നത് ട്രേഡ് ചെയ്യണം, ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ലക്ഷറി ലൈഫ് മാത്രമാണ്. അങ്ങനത്തെ അല്ല, ഇതിനകത്ത് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും. എല്ലാവരുടെയും ഒരു ജോലി പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ എക്സൽ ചെയ്ത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവിടെ എത്തിച്ചേരാൻ പറ്റും. സോ ഞാൻ ബേസിക്കലി എല്ലാവരും പ്രിഫർ ചെയ്യുക, ടൈമുണ്ട്, നിങ്ങൾക്ക് ഇതിനോട് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്, പാഷനേറ്റ് ആയിട്ടാണ്, ആൻഡ് ലോസസിനെ ഫേസ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് നോക്കാം. അതല്ല, നല്ലൊരു ജോലിയുണ്ട്, ഹാപ്പി ലൈഫായിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് അത് നിങ്ങളുടെ വെൽത്ത് ബിൽഡ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുക. കോമ്പൗണ്ട് ചെയ്തോളും ഓട്ടോമാറ്റിക്കലി. സമയം കൊടുക്കണം. ഇൻവെസ്റ്റ് ചെയ്തിട്ട് മിനിമം ഓഫ് 5 to 10 years വെയിറ്റ് ചെയ്യണം. അല്ലാതെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അടുത്ത മാസം എല്ലാ ദിവസവും രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ തുറന്നു നോക്കിയിട്ട് കാര്യമില്ല. അതങ്ങ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കയറത്തുള്ളൂ. നമുക്കറിയാം, സാധാരണ നമ്മളിപ്പോൾ എല്ലാവരും നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബാങ്കിൽ കൊണ്ട് FD ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ 1 കൊല്ലം നമ്മൾ വെയിറ്റ് ചെയ്യും. ഹാർഡ്ലി എത്ര നമുക്ക് കിട്ടുക, മാക്സിമം ഡിപ്പെൻസ് ഇത്ര വരുന്നു. പക്ഷേ ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്കൊരു റിട്ടേൺ, പക്ഷേ എന്തിനാണ് നമുക്ക് അതിനൊരു പേഷ്യൻ എന്നുള്ള വളരെ ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. പല ആൾക്കും ഈ പറഞ്ഞ മാതിരി ക്ഷമയില്ല. അത് ആരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണോ ജസ്റ്റ് ഒന്ന്. അത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമയില്ലാത്ത ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് എല്ലാവരും FD ഇടും കൊണ്ടുപോയിട്ട്. എന്നാൽ ആ ബാങ്കിന്റെ സ്റ്റോക്ക് ആരും വാങ്ങിക്കത്തില്ല. എക്സാക്ട്ലി. എല്ലാവരും പറയും FD സേഫ് ആണ്. എന്നാൽ നിങ്ങൾ ആ ബാങ്കിനെ വിശ്വസിച്ച് 10, 20, 50, 1 കോടിയോ നിങ്ങൾ അവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങൾ ആ ബാങ്കിനെ വിശ്വസിച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത്. ആ ബാങ്ക് പൊട്ടിപ്പോയി ആ പൈസയും പോയല്ലോ. ഇറ്റ്സ് റിയാലിറ്റി. നമുക്ക് 5 ലക്ഷം വരെ RBI നമുക്ക് ഇൻഷുറൻസ് തരുന്നുള്ളൂ. ഇതാണ് റിയാലിറ്റി. പക്ഷേ എന്നാൽ ഇതൊന്നും വേണ്ട. അതിന്റെ സ്റ്റോക്ക് വാങ്ങിക്കാൻ ഇവർക്ക് പേടിയാണ്. ഇത് പറയുന്നത് അയ്യോ അത് പൈസ പോയാലോ എന്നുള്ളതിൽ. ഡെഫിനറ്റ്ലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു 5 വർഷം ഇല്ലേ 6 വർഷത്തെ ഡേറ്റ എടുത്ത് നോക്ക്. ഏത് ബാങ്ക് ലൈക്ക് ടോപ്പിൽ നിൽക്കുന്ന ബാങ്ക്സ് നോക്കണം. ലൈക്ക് HDFC ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ICICI ആയിക്കോട്ടെ, ആക്സിസ് ആയിക്കോട്ടെ, ഇതിൽ ഏത് ബാങ്ക് നമ്മൾ എടുത്തു നോക്കിയാൽ ലാസ്റ്റ് 5 വർഷത്തിൽ നല്ല ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ FD-ക്കാളും റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. സോ ഈ പേടിയാണ് എല്ലാവർക്കും, പേഷ്യൻസ് ഇല്ലായ്മയും പേടിയുമാണ് എല്ലാവർക്കും. ബിക്കോസ് നമുക്കറിയാൻ പറ്റും, നമ്മൾ ഡെയിലി ലൈഫിൽ കൺസ്യൂം ചെയ്യുന്ന സാധനത്തിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതെ ശരിയല്ല. നമ്മൾ എത്രയോ, ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ചായ കുടിക്കുന്നു, കാപ്പി കുടിക്കുന്നു, ടാറ്റ കോഫി ഉണ്ട്, പേപ്പർ വായിക്കുന്നു, TNPL ഉണ്ട്, മെഡിസിൻ യൂസ് ചെയ്യുന്നു,
ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ കൺസ്യൂം എന്ന സാധനത്തിൽ നമുക്ക് ഇപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾക്കാർക്ക് പലർക്കും വന്നിട്ടില്ല. ഞാനിപ്പം എനിക്കൊരു ഡെഫിനറ്റ്ലി നമ്മളെല്ലാവരും ഓവർ സ്പെൻഡ് ചെയ്യും. എത്ര ഓവർ സ്പെൻഡ് ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഓവർ സ്പെൻഡ് ചെയ്യും. പക്ഷെ ഞാൻ സമ്മതിക്കും, ഞാൻ നല്ല രീതിയിൽ ഓവർ സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. ബട്ട് എന്നാൽ ഞാൻ എൻ്റെ ആ ലയബിലിറ്റിയെ എൻ്റെ വെൽത്തിനെ അത് ബാധിക്കാനായിട്ടോ ഇല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് നല്ല രീതിയിൽ അത് ലീക്ക് ഔട്ട് ചെയ്യാനായിട്ടോ ഞാൻ നോക്കത്തില്ല. ഇൻസ്റ്റെഡ് ഞാനൊരു അനാവശ്യമായിട്ട് ലയബിലിറ്റി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ലയബിലിറ്റി ആയിട്ട് ഞാൻ കുറേ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ബേസിക്കലി ചെയ്യാൻ പോകുന്നത് അതേ സെക്ടറിലുള്ള സ്റ്റോക്സിൽ, ലൈഫ് സ്റ്റൈൽ ആണെങ്കിൽ ആദ്യത്തെ പോലെ വാട്ട് ഓഫ് ഇറ്റ് ഈസ് അതിലേക്ക് നമ്മൾ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചേക്കും. സോ ദാറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ലയബിലിറ്റി ഞാൻ എടുക്കാൻ നോക്കിയാലും 2 തവണ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കും. സോ ഒരു മണി മാനേജ്മെന്റിൽ എനിക്ക് ഏറ്റവും നന്നായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തതാണ്. നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യുമായിരുന്നു. ലാസ്റ്റ് കുറേ പൈസയില്ല, എത്ര പൈസ ഏൺ ചെയ്തിട്ടും എൻ്റെ കൈ നിൽക്കുന്നില്ലായിരുന്നു. അവിടെയാണ് ഞാൻ ഈ ഒരു സംഭവം കൊണ്ടുവന്നത്. അപ്പോൾ പൈസ ഏൺ ചെയ്യുന്നതല്ല പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലായി. ഇൻസ്റ്റഡ് അതിനെ മാനേജ് ചെയ്യുന്ന എനിക്ക് അന്ന് മനസ്സിലായത്. പിന്നെ ഇതിൽ പലർക്കും ഒരു മിഥ്യാധാരണ വെച്ചാൽ നിങ്ങൾക്ക് 2 കൊല്ലം കൊണ്ടൊരു BMW എടുക്കാം, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സിംഗപ്പൂർ ഒരു ടൂർ പോകാം. അതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു തലമുറ ഒരു ട്രേഡിംഗ് പറഞ്ഞു വരുമ്പോൾ അവരൊരു ഒരു മിസ് ഗൈഡൻസ് വരുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം പല ആൾക്കാരും പറഞ്ഞാൽ തെറ്റായ ഒരു മിഥ്യാധാരണ വെച്ചാൽ 2 കൊല്ലം നിങ്ങൾക്ക് BMW കാർ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് അങ്ങോട്ട് പോകാം. സോ അതൊക്കെ പറയുമ്പോൾ എങ്ങനെയായിരിക്കും ജസ്റ്റ് അരുൺ ഒരു പറയുന്ന സമയത്ത്? It takes a lot of time, lot of patience, lot of money also. നമ്മൾ ആ പൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പൈസ ഉണ്ടെങ്കിൽ അപ്പോൾ മാർക്കറ്റ് വരാൻ പറ്റത്തുള്ളൂ. അങ്ങനെയല്ല. നമുക്കൊരു കാര്യം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്ത് പൈസ ഇട്ടിട്ട് നമ്മൾ നോക്കി പഠിക്കാൻ നോക്കണം. ആദ്യം എല്ലാവരും മാർക്കറ്റിൽ നേരെ ആദ്യമേ വന്നിട്ട് നിങ്ങളുടെ ഇപ്പോൾ 1 കോടി രൂപ ഉണ്ടെന്നാണെങ്കിലും മാർക്കറ്റിൽ വന്ന് ഡംപ് ചെയ്താൽ നിങ്ങളത് മൊത്തം വാഷ് ഔട്ട് ചെയ്ത് മൊത്തം പോത്തേ ഉള്ളൂ. മറിച്ച് ഒരു 1000 രൂപ ഇട്ടിട്ട് ആ പ്ലാറ്റ്ഫോം എങ്ങനെ ഉണ്ടെന്ന് നോക്ക്, അല്ലെങ്കിൽ ഒരു 500 രൂപ ഇട്ടിട്ട് നമുക്കിപ്പം ആലീസ് ബ്ലൂ ആണെന്നുണ്ടെങ്കിൽ ആലീസ് ബ്ലൂ നമ്മൾ എങ്ങനെ അതിൽ ബൈ ചെയ്യാം, എങ്ങനെ സെല്ല് ചെയ്യാം, എങ്ങനെയായിരിക്കും ഇതിനകത്ത് ബാക്കി കാര്യങ്ങൾ, SIP എങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ പ്ലെഡ്ജ് ചെയ്യേണ്ടത്, എങ്ങനെ ഹെഡ്ജ് ചെയ്തൊക്കെ, ഇല്ലെങ്കിൽ എങ്ങനെ വാച്ച് ലിസ്റ്റ് ബിൽഡ് ചെയ്ത് വെക്കാം, ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, സ്റ്റോപ്പ് ലോസ് എങ്ങനെ വെക്കാം, ടാർഗറ്റ് എങ്ങനെ വെക്കാം, ഇതൊക്കെ അറിയാതെയാണ് പലരും നേരെ കയറിയിട്ട് ലക്ഷ്യങ്ങൾ ഇടുന്നത്. അവർ തന്നെ ഏറ്റവും വലിയ മിസ്റ്റേക്കാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് പഠിച്ച് ഒരു 500 1000 പയ്യെ കൂട്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് ഓരോ ലെസൺസ് കിട്ടിയിട്ട് പ്രോപ്പറായിട്ട് ജേർണൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ബട്ട് മിനിമം ഓഫ് 3 years ഉറപ്പാണ് വേണം ഇതിന്. കാരണം നമ്മൾ മാർക്കറ്റിന് ഇത്രയും വലിയൊരു മാർക്കറ്റിനെയാണ് നമ്മൾ മാസ്റ്റർ ചെയ്യാനായിട്ട് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ചാടി കയറിയിട്ട് പെട്ടെന്ന് നമ്മൾ എത്ര സ്മാർട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ഇമോഷൻസിനെ നമ്മളിവിടെ കൺട്രോൾ ചെയ്യേണ്ടത്. സോ എത്ര PhD എടുത്തുള്ള ഒരാളാണെങ്കിലും അവരിവിടെ വരുമ്പോഴത്തേക്കൊന്ന് പെട്ടുപോകുന്നുണ്ട്. റീസൺ ഇമോഷൻ ആണെന്ന് എല്ലാവരും മറക്കുന്നതാണ് ഇതിൽ. സോ എല്ലാവരും ഈ ഒരു എക്സ്പെക്റ്റേഷൻ, അതായത് ഒരു ലക്ഷറി ലൈഫിനെ പറ്റിയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു 15 വർഷമൊക്കെ ആകുമ്പോൾ നിങ്ങൾ അതിലേക്ക് എത്തും, സൂപ്പർബായിട്ട് എത്തും, നല്ല രീതിയിൽ നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റും. പക്ഷേ അതുവരെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്ത് ഇരുന്ന് പയ്യെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കോമ്പൗണ്ട് ചെയ്ത് പഠിക്കാനായിട്ടുള്ള മനസ്സ് വേണം. ഇല്ലെങ്കിൽ പണി പാളും കണ്ടിന്യൂസ് ആയിട്ട്. പിന്നെ പല ആൾക്കാരും ഇതൊരു പെട്ടെന്നൊരു മണി മേക്കിംഗ് മെഷീനായിട്ടോ സ്റ്റോക്ക് മാർക്കറ്റിനെ കാണുന്നത്. കാരണം പെട്ടെന്ന് വന്നു 1 കൊല്ലം കൊണ്ട് ഞാൻ അരുൺ പറഞ്ഞ മാതിരി 1 കോടി ഞാൻ ഇട്ടു, എനിക്ക് പെട്ടെന്ന് 1.5 കോടി ആക്കണം, 2 കോടി ആക്കണം. പക്ഷെ നമ്മളറിയാം നമ്മളിപ്പോൾ 1 കോടി രൂപ ബാങ്ക് അക്കൗണ്ട് ഇട്ടാലും നമ്മൾ 1 കൊല്ലം അവിടെ വെയിറ്റ് ചെയ്യണം, അല്ലെ കിട്ടില്ല. പക്ഷേ പല ആൾക്കാരും ഒരു നെഗറ്റീവ് വരുന്ന ഒരു മണി മേക്കിംഗ് മെഷീനാണ് സ്റ്റോക്ക് മാർക്കറ്റ്. സോ ആ രീതിയിലാണ് പല ആൾക്കാരും കാണുന്നത്. ശരിയല്ല. ഞാൻ ഒരു 3 to 5% മന്ത്ലി ബുക്ക് ചെയ്യാൻ നോക്കും. ദിസ് ഈസ് ഇറ്റ്. ഒരു ഇയർലി 30 to 40% ആണ് എൻ്റെ ടാർഗറ്റ്. ഡബിളും ട്രിപ്പിളും ഒന്നും ഇല്ല. എൻ്റെ ആ ക്യാപ്പ് ഡബിൾ ആകണമെന്നുണ്ടെങ്കിൽ കോമ്പൗണ്ട് ചെയ്യാതെ ജസ്റ്റ് പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 3 years എടുക്കും. കോമ്പൗണ്ട് ചെയ്തുകൊണ്ടാണെങ്കിൽ മൈറ്റ് ബി നമുക്കൊരു 2 years അത് ഡബിൾ ആകുന്നുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ ഒരു 2.5 years ഡബിൾ ആവും കോമ്പൗണ്ട് ചെയ്ത് പോകുമ്പോൾ. അല്ലാതെ ഇതാകത്തില്ല. നല്ല പ്രശ്നമാണ്. സത്യം പറഞ്ഞാൽ എല്ലാവരും പൈസ ഉണ്ടാക്കുന്നുണ്ടെന്ന് മാർക്കറ്റിൽ വരുമ്പോൾ. പക്ഷെ ഇവർക്ക് ഈ ഗ്രീഡ് കൂടും. ഇച്ചിരൂടെ പൈസ കിട്ടണം, സം മണി എന്നൊരു കോൺസെപ്റ്റ് വരും. ഇച്ചിരൂടെ പൈസ കിട്ടണം എന്നുള്ള അവിടെയാണ് പണി വളർന്നത്. ഒന്ന്. രണ്ടാമത്തത് പോരാതെ വരും. 1 കോടി ഇട്ടിട്ട് അവർ 1 ലക്ഷം ഉണ്ടാക്കി, ഓക്കെ ഫൈൻ. രണ്ടാമത്തെ ദിവസം 1 ലക്ഷം രൂപ ഉണ്ടാക്കി, മൂന്നാമത്തെ ദിവസം ഉണ്ടാക്കിയില്ല 5-10 ദിവസം ഉണ്ടാക്കിയപ്പോഴേ 1 ലക്ഷം. എല്ലാ ദിവസവും ബിരിയാണി ഇട്ട് അങ്ങനെ അതിൻ്റെ ടേസ്റ്റ് പോകുമല്ലോ, അതവിടെ സംഭവിക്കും. പിന്നെ അവരെന്താ 2, 3, 4 ഒക്കെ അടിക്കാനായിട്ട് നോക്കും. ഇവരുടെ വ്യൂ വലുതായി തുടങ്ങും. അവിടെ വാഷ് ഔട്ടിൻ്റെ ഇല്ല നമ്മളെ അധപതനത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് തുടങ്ങും. ഇതൊക്കെ ഞാനും ചെയ്തതാ, അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും എല്ലാ ട്രേഡേഴ്സ് ഇതിൽ വഴി പോകത്തേ ഉള്ളൂ. ഈ ഒരു സ്റ്റെപ്പ് വഴിയേ പോകത്തുള്ളൂ. പോകണം, അതാണ് ഏറ്റവും നല്ലത്. പക്ഷേ നമ്മുടെ ഇമ്പാക്റ്റ് കുറയ്ക്കാനായിട്ട് ചെറിയ ക്യാപിറ്റലിൽ നമ്മൾ ഈ പറഞ്ഞ ലെസൺസ് എല്ലാം ലേൺ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലത്. അല്ലാതെയാണ് നമ്മൾ ഈ പറയുന്ന പല കേസസും കാണുന്നത്. അവർ ലോണ് കൂടുതലെടുക്കുന്നു, പിന്നെ കൊണ്ട് മാർക്കറ്റിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, പിന്നെയും പ്രശ്നമാകുന്നു, ഫാമിലി ഡൈവോഴ്സ്, അത് ഇത് ഒക്കെ പ്രശ്നങ്ങളായി പോകുന്നത്. സൂയിസൈഡ് കേസസ് വരെ ഫോം ആകുന്നതിൻ്റെ മെയിൻ റീസൺ ഇതാണ്. കാരണം പലരും ഇപ്പം ചെയ്യുന്ന വെച്ചാൽ കുറച്ച് അരുൺ പറഞ്ഞ മാതിരി കുറച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു,
അവരെന്ത് ചെയ്യും, നേരെ പോയിട്ട് ഒരു ലോൺ എടുക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഗോൾഡ് കൊണ്ട് പണയം വെച്ചിട്ട് ആ പൈസ നേരെ ഇങ്ങോട്ട് ഇവിടെ എനിക്ക് അങ്ങനെ ചെയ്യും. പക്ഷെ അതൊരിക്കലും ഒരു നേരെ ഒരു രീതിയല്ല, ശരിയല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കയ്യിലുള്ള പൈസ ആണെങ്കിൽ ഇച്ചിരി പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമുണ്ട്. ഇറ്റ്സ് ഓൾ അബൌട്ട് ഇമോഷൻ സൈക്കോളജി. അപ്പം നമുക്ക് ഇച്ചിരി സമാധാനമുണ്ട്. പക്ഷേ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസ ആകുമ്പോൾ നമ്മളത് റിട്ടേൺ കൊടുക്കേണ്ട ലയബിലിറ്റി ഒന്നുണ്ട്. പലിശയ്ക്കാണെങ്കിൽ പലിശ, ബാങ്കിൽ നിന്നാണെങ്കിൽ അതിനും അവിടെ ഇൻട്രസ്റ്റ് ഉണ്ട്. ഇതെല്ലാം നമ്മുടെ മനസ്സിൽ കിടന്നുകൊണ്ട് എനിക്ക് ഇത്ര ലോസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നുള്ള ചിന്തയിൽ നമ്മൾ ഓവർ ട്രേഡ് ചെയ്യും. ഇല്ല പൊസിഷൻ സൈസ് ചെയ്യാതെ വലിയ രീതിയിൽ ഏറ്റവും വലിയ മിസ്റ്റേക്ക് ട്രേഡേഴ്സ് കാണിക്കുന്നത്, 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 1 ലക്ഷം രൂപയ്ക്ക് ഒന്ന് ലോട്ട് എടുക്കും. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്നത് 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മാക്സിമം 1 ലോട്ടേ നിങ്ങൾക്ക് ഇപ്പോൾ എടുക്കാൻ പറ്റത്തുള്ളൂ. നോർമൽ സിനാരിയോയിൽ 1-2 ലോട്ട് മാക്സിമം നിങ്ങൾക്ക് എടുക്കാം. ചിലവർ 10, 15, 20 ലോട്ടൊക്കെ അങ്ങ് എടുക്കും. എക്സ്പയറി ഡേയിലൊക്കെ ആണെങ്കിൽ അവർ 30, 40 അങ്ങ് എടുക്കും. കുറഞ്ഞ പ്രീമിയത്തിൽ വന്നിട്ട് അങ്ങ് എടുക്കും. അപ്പം അവിടെയാണ് പ്രശ്നം പറ്റുന്നത്. ഫുൾ ക്യാപിറ്റൽ യൂട്ടിലൈസേഷൻ ആയി കഴിയുമ്പോഴത്തേക്ക് അത് പോകുമ്പോഴത്തേക്ക് എന്താ, നമ്മൾ യൂസ് ചെയ്ത ക്യാപ്പ് ഫുൾ വാഷ് ഔട്ട് ആയി പോകും. പിന്നെ അവർ റിക്കവറിക്ക് വേണ്ടി പിന്നെ അടുത്ത ദിവസം എവിടെന്നെങ്കിലുമൊക്കെ ലോൺ എടുത്ത് വെക്കുന്നു, അതും പോകുന്നു. ഇതാണ് സംഭവം വരുന്നത്. സോ ലോൺ എടുത്തിട്ടൊന്നും ഒരിക്കലും ആരും ട്രേഡ് ചെയ്യാനായിട്ട് വരരുത്. ലോണൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്നേ. ഇച്ചിരി കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ കാലത്ത് പൈസ ഉണ്ടാക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല. ഇച്ചിരി പൈസ ഉണ്ടാക്കി ടൈം എടുക്കും, പേഷ്യൻസ് വരട്ടെ, അതും നമുക്കുള്ളത്. ഇപ്പം നമ്മളുടെ ഇവിടെ സെഷൻ എടുക്കുന്ന ടൈമിൽ പിള്ളേർ രാത്രി 9 മണി മുതൽ 11 മണി വരെ ക്ലാസ്. അപ്പോൾ 9 മണിക്ക് പ്രോപ്പറായിട്ട് പിള്ളേർ വന്നിട്ടില്ല, ഞാൻ അവരോട് പറയും, മാർക്കറ്റ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കത്തില്ല, പഞ്ച്വാലിറ്റി നമുക്ക് വേണം. സോ 9 മണിക്ക് തന്നെ വാ, ഇവിടം തൊട്ട് തുടങ്ങട്ടെ എന്നുള്ളതിൽ. ചിലർ എന്ന് പറയും ഇമോഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർ പേഴ്സണൽ ലൈഫിൽ ഇമോഷൻസ് സൂപ്പർബാണ്, അവരുടെ സൈക്കോളജി സൂപ്പർബാണ്, സോ കുഴപ്പമില്ല എന്ന രീതി വരും. എന്നാൽ വേറെ ചിലരുണ്ട് അവരുടെ പേഴ്സണൽ ലൈഫിൽ അത്ര ഇതല്ല, അവർ ഷോർട്ട് ടെമ്പേർഡ് ആണ്, അവർ ഭയങ്കരമായിട്ട് ഗ്രീഡി ആണ്, ഒട്ടും തന്നെ ബാലൻസ്ഡ് അല്ല, ക്ലസ്റ്റേർഡ് മൈൻഡ് സെറ്റിലാണ് പലരും ഉള്ളത്. പക്ഷെ എന്നാൽ അവർ പറയുന്നത് ഞാൻ ട്രേഡിങ്ങിൽ ഞാൻ ഭയങ്കര പീസാന്ന് പറയും. ഒരിക്കലും നടക്കില്ല. നമ്മൾ എന്താണോ അത് നമുക്ക് നമ്മുടെ ആ ട്രേഡിങ് ഓർഡേഴ്സിനകത്ത് തന്നെ കാണാൻ പറ്റും. ചിലവരൊക്കെ എടുക്കുന്ന ഓർഡേഴ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ 50, 80, 100 ഒക്കെയാണ് ഒരു ദിവസം എടുക്കുന്നത്. അപ്പൊ അത് തന്നെ അവരുടെ ഡിസിപ്ലിൻ ഇല്ലാത്തതിന്റെ ഏറ്റവും വലിയ സിഗ്നൽ ആയിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പൊ ആരും മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഏജിലുള്ള ആൾക്കാർ ആരും ഓർഡർ കാണുന്നുണ്ട്. സോ ഈ ജെൻസീസ് വിത്ത് ഓൾഡ് എന്തായിരിക്കും ട്രേഡേഴ്സിന്റെ ഇടയിൽ ഒന്ന് പറയുന്ന രീതിയിൽ? ജെൻസീസ് ഭയങ്കര അഗ്രസീവ് ആണ്, ഗ്രീഡി ആണ്. ആൻഡ് ഈ പറഞ്ഞ പോലെ ഭയങ്കര ഗ്രീഡി ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അംബീഷ്യസ് ആയിട്ട് ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് കാരണം അവർ കാണുമ്പോൾ എന്താ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലംബോർഗിനി, ദുബായ്, ലൈക്ക് ഈ ഒരു ലൈഫാണ് അവർ കാണുന്നത്. ആക്ച്വലി പാർട്ടി പബ്സ് ഇതാണ് കാണുന്നത്. ബട്ട് എന്നാൽ ആ ഒരു ജെൻസീസ് അല്ലാതെ മെച്യൂർ ആയിട്ടുള്ളവരെയൊക്കെ നോക്കുമ്പോൾ ഒരു 30+ ആകുമ്പോൾ അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ആൻഡ് ഓൾസോ ഇച്ചിരി മെച്യൂർ ആണ്. അവർ അനാവശ്യമായിട്ട് റിസ്ക് എടുക്കത്തില്ല. അവരൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് 10 തവണ ആലോചിക്കും, കാര്യങ്ങൾ ചെയ്യും, അതൊക്കെയാണ്. സോ ഇൻ ദാറ്റ് കേസ് ഇറ്റ്സ് ബെറ്റർ 30+ ഉള്ളവർക്ക് ഇച്ചിരി കൂടെ ഈസിയാണ് ഇത് മനസ്സിലാക്കാനും ഇതിലേക്ക് വരാൻ. മറ്റവർ ഇച്ചിരി അഗ്രസീവായിട്ട് വന്നുകൊണ്ടിരിക്കുക. ആൻഡ് ഓൾസോ കുറേ പേര് അവരെല്ലാവരും ചെയ്യുന്നുണ്ട്, എന്നാൽ ഞാനോടൊന്ന് ചെയ്യാന്ന് വെച്ച് വരുന്ന കുറേ അധികം ആൾക്കാരും ഉണ്ട്. കാരണം ബേസിക്കലി ആരും ഇത് പഠിക്കാൻ വേണ്ടി നോക്കുന്നില്ല. ഈസി ആയിട്ട് എനിക്ക് 1 കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് 6 മാസം കൊണ്ട് എനിക്ക് എങ്ങനെ ഐഫോണിന്റെ മറ്റേ ഇതെങ്ങനെ അടയ്ക്കാൻ പറ്റും. സോ അതാണല്ലോ ഇപ്പോഴത്തെ ഒരു തലമുറ കൂടുതലായിട്ട് വരുന്നത്. അതെ, അത് ഭയങ്കരമായിട്ട് കാണാൻ പറ്റും. ഇപ്പം rather than being a trader, ഞാൻ കുറച്ചധികം ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മുടെ ഇവിടെ മാൻ പവർ ഡെഫിനറ്റ്ലി വേണം. അപ്പോൾ ഈ പറയുന്ന ജെൻസീസ്, ഞാൻ ഉൾപ്പെടെ ജെൻസിയാണ് എന്നാലും ഞാൻ പറയുകയാണ്. കാരണം ഞാനൊരു ഇവന്റിൽ ഇരിക്കുമ്പോഴാണ് ഇതുപോലെ ജെൻസീസിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എന്നോട് ആ ഹോസ്റ്റ് ചോദിച്ചു, അരുൺ എപ്പോഴാണ് ജനിച്ചത്? ഞാൻ പറഞ്ഞു 1998. അപ്പോൾ പറഞ്ഞ് അരുൺ യു ആർ ഓൾസോ ജെൻസി. ഞാൻ പറഞ്ഞു ആണോ, ഓക്കെ ഫൈൻ. ഇനി ബാക്ക് ടു യുവർ ടോപ്പിക്. അപ്പോൾ ഈ ജെൻസീസ് ഇത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് എസ്പെഷ്യലി കൊച്ചി പോലുള്ള സ്ഥലത്ത് അതിനകത്ത് ജോലി പോയി കഴിഞ്ഞാൽ പോകട്ടെ, കുഴപ്പമില്ല, ഞാൻ സ്വിഗ്ഗി ഓടിക്കോളാം, ഞാൻ സൊമാറ്റോ ഓടിക്കോളാം എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. അറിയണോ, ബട്ട് കാര്യങ്ങളൊക്കെ ഓക്കെ, അവർക്ക് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അവർ ഹാപ്പി ആണെങ്കിൽ ലെറ്റ് ഇറ്റ് ബി എന്നൊരു പ്രൊഫഷണൽ ലെവലിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്ക് ഫ്യൂച്ചറിൽ അത് എത്രത്തോളം ഇതാവുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ വ്യൂ ഞാൻ ഇവിടെ പറഞ്ഞത്, നമുക്കറിയത്തില്ല എന്ത് എന്നുള്ളതൊക്കെ. സോ ഗുഡ്, ഫൈൻ. സോ ഒരു തുടക്കക്കാരൻ ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കോളേജ് പഠിച്ചു കഴിഞ്ഞു, അവനൊരു ജോലി നോക്കിക്കൊണ്ടിരിക്കും, പോകുന്ന വഴിക്ക് ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഈ പറഞ്ഞ മാതിരി പഠിക്കണം. സോ അവിടെ എങ്ങനെയായിരിക്കും ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കും നമ്മളൊന്ന് ഗൈഡ് ചെയ്യുക അവരെ കറക്റ്റ് ഒന്ന്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എല്ലാവരോടും പറയുന്നത്, വെറുതെ വന്ന് കോഴ്സ് എടുത്ത് നിങ്ങൾ പൈസ കളയണ്ട. ഇഷ്ടം പോലെ യൂട്യൂബ് വീഡിയോസ് ഉണ്ട്, ഇഷ്ടം പോലെ ബുക്സ് ഉണ്ട്, ഫ്രീ ആയിട്ട് നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ യൂട്യൂബ് വീഡിയോസ് ഉണ്ട്. അതെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ് എനിക്ക് ഇനി കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 300 രൂപ 500 രൂപയൊക്കെ കൊടുത്തിട്ട് ബുക്സ് ഉണ്ട്, ആ ബുക്സൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമോ നോക്കുക. ഇനിയും ബുക്സ് വായിക്കാൻ മടിയാണെങ്കിൽ 300 രൂപ 500 രൂപയ്ക്കൊക്കെ ഇഷ്ടം പോലെ കോഴ്സസ് അവൈലബിൾ ആണ്. റൈറ്റ്,
അവർക്ക് ആ കോഴ്സസിലേക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ആ 300, 400, 500 ഈ കോഴ്സസ് അവർ യൂസ് ചെയ്തിട്ട് പിന്നെയും പഠിക്കണമെന്നുണ്ടെങ്കിൽ വലിയ വലിയ കോഴ്സുകളിലേക്ക് പോകുക. അല്ലാതെ ചാടിക്കയറി ഒരു എമൗണ്ട് ഇട്ടിട്ട് വന്നിട്ട് പഠിക്കാനായിട്ട് വന്നിട്ട് ചിലർ വിചാരിക്കുന്നത് ഞാനൊരു 30,000 50,000 കൊടുത്ത് ഞാൻ പഠിക്കാനായിട്ട് വന്നിട്ടുണ്ട്, ഞാൻ പഠിച്ചു കഴിഞ്ഞ് 2 മാസം കൊണ്ട് ഞാൻ പഠിക്കാൻ. ഒരിക്കലുമല്ല. നമ്മൾ ഈ വണ്ടി ഓടിക്കാൻ പോകുമ്പോൾ പഠിക്കാനായിട്ട് ലൈസൻസ് എടുക്കാൻ പോകുന്ന പോലെയാണ് ഇത്. ആക്ച്വലി നമ്മൾ ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. ഇനി ബാക്കി നമ്മൾ തന്നെ ഓടിച്ച് കൈ തെളിയിച്ചെടുക്കണം. തീർച്ചയായിട്ടും. നമ്മളിപ്പം എത്ര കൈ ഇപ്പം നമ്മൾ മൈറ്റ് ബി ഹൈവേയിലൊക്കെ നമ്മൾ കൈ തെളിയിച്ച് ഓടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിൽ സ്റ്റേഷൻ കയറുമ്പോഴത്തേക്ക് നമുക്കൊന്ന് പേടി വരും, സൈഡിലേക്ക് ഇതാണ് കൊക്കയാണ്. സോ അതുപോലെയാണ് ട്രേഡിങ്ങും എന്ന് പറയുന്നത്. ടൈം എടുക്കും, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഫ്രഷേഴ്സ് എപ്പോഴും ഫ്രീ സ്റ്റഫ്സിന് വേണ്ടി പോവുക. ചെറിയ സെർട്ടൻ ചെറിയ കോഴ്സസോ ബുക്സോ എന്താണെന്ന് വെച്ചാൽ നോക്ക്. ലേറ്റർ പെയ്ഡ് കോഴ്സസ്, അതായത് ഹൈലി പെയ്ഡ് കോഴ്സസിലേക്ക് പോകുക. ഡെഫിനറ്റ്ലി ഹൈലി പെയ്ഡ് കോഴ്സസ് നല്ല സ്ഥലങ്ങളിൽ നോക്കിയെടുത്ത് നിങ്ങൾക്ക് നന്നായിട്ട് റിസൾട്ട് തരും. പലരും വിചാരിക്കുന്നത് അയ്യോ ഞാൻ പഠിച്ചിട്ട് സക്സസ്ഫുൾ ആയിട്ടില്ലെങ്കിലോ എന്നുള്ളതാണ്. അതായത് ഒരു വേറെ രീതിയിലൊരു പ്രൊക്രാസ്റ്റിനേഷൻ തന്നെയാണത്. എന്നെക്കൊണ്ട് പറ്റില്ലെങ്കിലോ ഇല്ലെങ്കിൽ അത് വർക്കൗട്ട് ആയില്ലെങ്കിലോ എന്ന് നെഗറ്റീവ് തോട്ട് വന്നുകൊണ്ടിരിക്കുക. നമുക്ക് നോർമലി അറിയാലോ, ജസ്റ്റ് ലൈക്ക് റെഡ് കാർ തിയറി എന്ന് പറയുന്ന തിയറി ഉണ്ടല്ലോ. നമ്മളൊരു കാർ വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ പിന്നെ നമ്മൾ ആ റെഡ് കാർ ആയിരിക്കും. റെഡ് കാർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ റോഡിൽ എപ്പോഴും ആ കാർ ആയിരിക്കും കാണുന്നത്. അതായത് ഒരു കോഴ്സിനെ പറ്റി ചിന്തിക്കുമ്പോഴത്തേക്ക്, ഒരു കാര്യത്തെപ്പറ്റി അവർ ചിന്തിക്കുമ്പോഴത്തേക്ക് അവർക്കത് പറ്റിയില്ലെങ്കിലോ ഇല്ലെങ്കിൽ റിസൾട്ട് ഇല്ലെങ്കിലോ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവരോട് തന്നെ ചോദിക്കണം, അവർ അത്ര കമ്മിറ്റഡ് ആണോ ആ കാര്യം ചെയ്യാനെന്നുള്ളതിൽ. കാരണം ഈ റെഡ് കാർ തിയറിയായിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വേണം, അത്ര ആഗ്രഹിച്ചിരിക്കുവാണ് നമ്മൾ വണ്ടി എടുക്കണമെന്ന്. പിന്നെ ആ വണ്ടി മാത്രമാണ് നമ്മൾ കാണുന്നത്. അത്ര ആഗ്രഹിച്ച് പഠിക്കണം, എനിക്ക് ഇതിൽ നിന്നൊരു ഫ്യൂച്ചർ ബിൽഡ് ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ഒരുത്തൻ എങ്ങനെയെങ്കിലും ഇത് പഠിക്കാനേ നോക്കത്തുള്ളൂ. അല്ലാതെ ഞാൻ പഠിക്കാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ, ഞാൻ ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ലോസസ് ഉണ്ടാക്കുമെന്ന് ചിന്തിക്കാതെ ഇതിലേക്ക് വരും. ഇറ്റ്സ് ഓൾ അബൌട്ട് മൈൻഡ് സെറ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഈ മൈൻഡ് സെറ്റ് വരുമ്പോൾ സൈക്കോളജി ട്രേഡിംഗിൽ വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ബിക്കോസ് നമുക്ക് ഈ ഡിസിപ്ലിൻ, ഈ പറഞ്ഞ തന്നെ സൈക്കോളജി ഇല്ലാതെ നമ്മൾ ഇതിൽ വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇമോഷണലായിട്ട്. സോ അതെങ്ങനെയായിരിക്കും ആരും ജസ്റ്റ് ഒരു മാനേജ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് പറയുകയാണെങ്കിൽ? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇന്നത്തെ ദിവസം രാവിലെ ട്രേഡ് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും പ്രശ്നമുണ്ട്. പ്രശ്നമില്ലാത്ത ആരുമില്ല. പേഴ്സണൽ ആയിക്കോട്ടെ പ്രൊഫഷണൽ ആയിക്കോട്ടെ ഏത് രീതിയിൽ. ചിലപ്പം ഒരു പ്രശ്നമില്ലായിരിക്കും, ബട്ട് നമ്മൾ അന്നത്തെ ദിവസം മൂടിയായിട്ടിരിക്കാം. ചിലപ്പോൾ എന്തോ പ്രശ്നം എന്ന് പറഞ്ഞിരിക്കുന്നതായിരിക്കും. നമ്മൾ മനുഷ്യരാണ്, പല സ്റ്റേജിലൂടെ പോകും. നമ്മളത് മനസ്സിലാക്കിയിട്ട് രാവിലെ നമ്മൾ നോക്കുക, ഇന്ന് എൻ്റെ മൈൻഡ് സെറ്റ് ഓക്കെ ആണോ അല്ലയോ എന്നുള്ളതിൽ. അല്ലാന്നുണ്ടെങ്കിൽ ക്ലസ്റ്റേഡ് ആണ്, ഓക്കെ അല്ല, ഇമോഷണലി ബ്രോക്കായിട്ടിരിക്കുകയാണ്, ഇല്ല വൾണറബിൾ ആയിട്ടിരിക്കുകയാണെങ്കിൽ വേണ്ട, വേറെ ദിവസം ട്രേഡ് ചെയ്യാം. മാർക്കറ്റ് ഇഷ്ടം പോലെ ദിവസമുണ്ട്. നമ്മുടെ ട്രേഡ് കൊണ്ട് നമ്മൾ ഇല്ല ക്യാപിറ്റൽ കൊണ്ട് വെറുതെ കളയാനായിട്ട് നിൽക്കുക എന്നല്ല. ആദ്യത്തെ സ്റ്റെപ്പ് അവിടെ തന്നെയാണ്. രണ്ടാമത്തത് നമ്മൾ സെറ്റ് ഓഫ് റൂൾസ് വെച്ചിട്ടുണ്ടായിരിക്കണം. അതിനനുസരിച്ചായിരിക്കണം നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. പിന്നെ ഏറ്റവും വലിയൊരു കോറായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, എൻ്റെ വിൻ ഡിറ്റർമൈൻ ചെയ്യുന്നത് എൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ല. ഞാൻ ഇന്ന് ചിലപ്പോൾ ലോസ് ആയിരിക്കും, പക്ഷെ ഞാൻ നോക്കും ഞാൻ എൻ്റെ ട്രേഡിംഗ് ചെക്ക് ലിസ്റ്റ് ഇല്ല, എൻ്റെ ഡിസിപ്ലിൻഡ് ആയിട്ടാണോ ഞാൻ ചെയ്തത്, എൻ്റെ റൂൾ ബേസ് ആണോ ഞാൻ ഇന്ന് ട്രേഡ് ചെയ്തിട്ടുള്ളത്, അതായത് ഓവർ ട്രേഡ് ചെയ്തിട്ടില്ല, പൊസിഷൻ സൈസിങ് പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടോ, ഇതൊക്കെ ഞാൻ നോക്കും. ഉണ്ടെങ്കിൽ ഓക്കെ ഫൈൻ, ഞാൻ സക്സസ്ഫുൾ ആണ്, ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ അതിനെ എൻഡ് ചെയ്യും. പിന്നെ റിക്കവറി ട്രേഡിനോ കാര്യങ്ങളൊക്കെ ഒന്നും പോവുകയില്ല. സോ പലർക്കും പല ഇമോഷൻസ് ആണുള്ളത്. അപ്പോൾ നമ്മളത് ഇൻഡിവിജ്വലി മനസ്സിലാക്കിയിട്ട് അവരുമായിട്ട് സംസാരിച്ചിട്ട് നമ്മളത് നോർമലി കവറപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ പല ദിവസങ്ങളും പല ആൾക്കാരും പ്രോഫിറ്റും ബുക്ക് ചെയ്യില്ല, ലോസും ബുക്ക് ചെയ്യില്ല. ശരിയല്ലേ? അതെ. ചിലപ്പോൾ നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ അവർ വീണ്ടും ഓരോ എനിക്ക് ഇത്ര രൂപ കൂടുതൽ കിട്ടുന്നു. അതേമാതിരി തന്നെ മേ ബി ലോസ് ആണെങ്കിൽ നമുക്ക് ലോസ് ബുക്ക് ചെയ്ത് മാറി വരാം, പക്ഷെ പ്രത്യേകിച്ച് പല ആൾക്കാരും ചെയ്യാറില്ല. സോ അവരെങ്ങനെയായിരിക്കും ആരും ജസ്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടി പറയുക? ഇതിനകത്ത് തന്നെ ഒരു സ്പെഷ്യൽ കാറ്റഗറി ഉണ്ട്. ഇവർ ബുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ പ്രോഫിറ്റും വലിയ വലിയ ലോസസും. ഇതാണ് ഈ പറഞ്ഞതിനകത്ത് നമുക്ക് ഒന്നുകൂടെ എലാബറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഹ്യൂജ് കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. ഇത് ആക്ച്വലി 4 ക്വാഡ്രന്റ് ഓഫ് ട്രേഡിംഗ് എന്ന് നമ്മൾ ബേസിക്കലി പറയും. ബിഗ് ലോസ്, ബിഗ് പ്രോഫിറ്റ്, സ്മോൾ ലോസ്, സ്മോൾ പ്രോഫിറ്റ്. ഇതിൽ ബിഗ് ലോസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് മാത്രം വീഴാതിരുന്നാൽ മതി, ബാക്കി എവിടെ വീണാലും നമുക്ക് കയറി വരാം. പക്ഷെ കറക്റ്റ് ഇവിടെ തന്നെ പോയി വീഴുന്നുണ്ട് ഈ ബിഗ് ലോസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്. അപ്പം നമ്മൾ ഫസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യണം ഈ 4 ക്വാർട്ടറിൽ നമ്മൾ ഏതൊക്കെയാണ് ബിഗ് ലോസ്, നമ്മളുടെ ഏത് പോയിന്റ് തൊട്ടാണ്, ബിഗ് പ്രോഫിറ്റ് എവിടെ തൊട്ടാണ്, സ്മോൾ ലോസ് എവിടെയാണ്, സ്മോൾ പ്രോഫിറ്റ് എവിടെയാണ് എന്ന് നമ്മൾ ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ലേറ്റർ ഇതിലേക്ക് വരാതിരിക്കാൻ മാത്രം നോക്കും. ഇതായിരിക്കണം നമ്മുടെ ട്രേഡിംഗ് ഗോളായിട്ടുള്ളത്. ദെൻ ഇതിനെ പ്രാക്ടീസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഓക്കെ ആകാൻ പറ്റും. കാരണം എല്ലാവരും പ്രോഫിറ്റ് എത്തുന്നുണ്ടെന്നേ. സത്യം പറഞ്ഞാൽ ഒരു 2%, 3% ചിലർ ബുക്ക് ചെയ്യുന്നുണ്ട്. ഐ മീൻ പ്രോഫിറ്റ് P&L എത്തുന്നുണ്ട്, ബുക്ക് ചെയ്യത്തില്ല. നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ അവിടെ എത്തുന്നില്ല എന്നുള്ളൊരു കാര്യത്തില്ല. അത് എത്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സുഖമാണ്. അവരുടെ മനസ്സിലൊരു കാര്യം എത്തിച്ചാൽ മതി, ദാറ്റ്
ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഡബിളോ ട്രിപ്പിളോ എത്തിക്കാൻ ഇത് ഈ സോഷ്യൽ മീഡിയയുടെ പ്രശ്നമാണ്. എക്സാക്ട്ലി അതെ. കാരണം 10,000 രൂപ ഇട്ട് 20,000 രൂപ ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നത് അവരന്ന് 10,000 രൂപ റിസ്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ എത്ര ലോസ് ബുക്ക് ചെയ്യുന്നെന്ന് പറയുന്നില്ല. 1 lakh ഇത് പറ്റില്ല ഇത് ആക്ച്വലി. എന്നാ പിന്നെ എല്ലാവർക്കും ഇത് ചെയ്താൽ മതിയല്ലോ, ജോലിക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. സോ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് റിയാലിറ്റിയിലേക്ക് വരിക. ഈ പറയുന്ന ഈ ഒരു ഫാന്റസി വേൾഡിൽ നിന്ന് മാറി 1 രൂപ ഉണ്ടാക്കണോ, കഷ്ടപ്പെടണം, നല്ല രീതി പണിയെടുക്കണം, കഷ്ടപ്പെടണം, എന്നാലേ കിട്ടത്തുള്ളൂ എന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ നമുക്ക് ഇത്. കാരണം എനിക്കാണെങ്കിലും ഇപ്പോൾ കുറേ നമുക്ക് ഇങ്ങനെ കുറേ ഫ്രീ സ്റ്റഫ്സ് ഒക്കെ ഇങ്ങനെ വരുമല്ലോ, ഫ്രീ ഓഫേഴ്സിലെ ഈ സെയിൽ എന്നൊക്കെ പറയുമ്പോൾ വലിയ സെയിലൊക്കെ കാണുമ്പോൾ എനിക്ക് ഡൗട്ടാണ് എന്തുകൊണ്ടാണ്. കാരണം ഇത് ചുമ്മാതെ നമുക്ക് കിട്ടേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളതിലാണ്. പിന്നെ പലപ്പോഴും അരുൺ എല്ലാവരും ഇപ്പോൾ ഈ ട്രേഡിംഗ് മാത്രം ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിവിടെ മനോഹരമായിട്ടൊരു ലോകം തന്നെ പറയാം. ഇൻവെസ്റ്റ്മെന്റ് ആരും ആ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെ ആരും യൂസ് ചെയ്യുന്നില്ല. എല്ലാവരും ഷോർട്ടായിട്ട് ട്രേഡിംഗ് അതാണല്ലോ. പക്ഷേ വളരെ മനോഹരമായി ഞാൻ നേരത്തെ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് ലൈക്ക് ലോങ് ടേം ഗോൾസ്. ഈവൻ വാരൻ ബഫറ്റ് പോലും ഈ പറഞ്ഞ മാതിരി തന്നെ ഇൻവെസ്റ്റ്മെന്റ് കൂടിയാണ് അദ്ദേഹം ഒരു ഇതായിട്ട് വന്നിരിക്കുന്നത്. സോ അതെന്താ ആൾക്കാർ ഇപ്പോഴും ഇനി എക്സ്പ്ലോർ ചെയ്യാത്തതെന്നാണ് എൻ്റെ ഒരു ചോദ്യം വരുന്നത്. ആക്ച്വലി എല്ലാവരും ട്രേഡ് ചെയ്യാനായിട്ട് വരുന്നത് പൈസ ഉണ്ടാക്കാനാണെങ്കിലും ട്രേഡ് ചെയ്യുന്നത് ആ ഒരു കിക്ക് കിട്ടാൻ ആക്ച്വലി പിന്നീട് അതങ്ങ് മാറും. രാവിലെ 9 മണി 9:15 ആകുമ്പോൾ ട്രേഡ് ഇല്ല, കൈ വിറയ്ക്കാൻ തുടങ്ങുന്ന ഫീലായി തുടങ്ങും. എല്ലാവർക്കും ആ ഒരു മൈൻഡ് സെറ്റിലേക്കാണ് എത്തുന്നത് ആക്ച്വലി. അപ്പം അതാണ് ആക്ച്വലി ട്രേഡിങ്ങിൽ ഈ ആൾക്കാർ കുറെ ഒന്ന് ജമ്പ് ചെയ്യുന്നത്. മറിച്ച് ഇൻവെസ്റ്റ്മെന്റ് ആണ് ആക്ച്വലി വെൽത്ത് ബിൽഡ് ചെയ്യാനായിട്ട്. ഇപ്പം ഞാൻ ഇൻട്രാഡേ ട്രേഡിങ്ങിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഞാനിപ്പോൾ സ്വിംഗ് ട്രേഡിങ്, പൊസിഷൻ ട്രേഡ് മാത്രമേ ചെയ്യുന്നത്. ഇൻട്രാഡേ അങ്ങനെ ചെയ്യാറേ ഇല്ല, വളരെ റെയറായിട്ട് ചുരുക്കത്തിലാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമാധാനമുണ്ട് ഇച്ചിരി. ഇനി ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് മാത്രമേ എൻ്റെ ക്യാപ്പ് കൂടുമ്പോൾ ഞാൻ ഡെഫിനറ്റ്ലി എൻ്റെ ഒരു 100 CR ക്യാപ്പ് ഓണായിട്ട് എത്തുമ്പോഴത്തേക്ക് ഞാനിതിനെ ട്രേഡ് ചെയ്യാനായിട്ട് പോയി നിൽക്കുന്നത്. ഞാനതിനെ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എവറി 6 മന്ത് ഇല്ലെങ്കിൽ 3 മന്ത് ഇല്ലെങ്കിൽ 1 ഇയർ നമുക്കിതിനെ മാറ്റിക്കൊണ്ട് ഷഫിൾ ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കാം. ദെൻ സെർട്ടൻ എമൗണ്ട് നമ്മൾ SWP ആയിട്ടിടും. വാട്ട് ബിറ്റ് ഇത് എന്താണോ നമ്മൾ ചെയ്യേണ്ടത് ആ രീതി അങ്ങനെ ചെയ്യാനതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം. എല്ലാവരും ക്വിക്ക് മണിക്ക് പുറകെ പോകുന്നു, ഡബിൾ ചെയ്യണം, ട്രിപ്പിൾ ചെയ്യണം, കാര്യങ്ങളെല്ലാം വേണം. ആൻഡ് മോർ ദാൻ ദാറ്റ് ഈ പറഞ്ഞ പോലെ എല്ലാവരും കിക്കിന് വേണ്ടി വെച്ചാൽ അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ്, എൻ്റെ ഏറ്റവും വലിയൊരു പ്രൂഫ് തന്നെയാണ് 9:15 ആകുമ്പോൾ എല്ലാവർക്കും ട്രേഡ് ചെയ്യാനായിട്ടുള്ള ഈ ഒരു കൈവറ വരുമല്ലോ ഇത്. കാരണം 9:15 ആകുമ്പോൾ മാർക്കറ്റ് ഒട്ടും സ്റ്റേബിൾ അല്ലാത്ത സമയമാണ്, എക്സ്പെർട്ടുകൾ മാത്രം ട്രേഡ് ചെയ്യേണ്ട സമയമാണ്. ഫ്രഷേഴ്സ് വന്നിട്ട് അവിടുത്തെ ഒരു ഹൈപ്പ് പിടിക്കാൻ നോക്കുന്നു, സോ ലോസസ് വരുന്നു. പിന്നെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആദ്യം ഒരു തുടക്കക്കാരൊക്കെ ചെറിയ രീതിയിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇതിൽ ഒരുപാട് ലോങ് ടൈം ആയിട്ട് ഓൾറെഡി പക്ക ട്രേഡേഴ്സ് ആയിട്ട്. പക്ഷെ അവർ ഈ പറഞ്ഞ മാതിരി നമ്മൾ എപ്പോഴും ഞാൻ പറഞ്ഞ നമ്മൾ ഈ കമ്പ്യൂട്ടറിൽ വികാരം കാണിച്ചിട്ട് കാര്യമില്ല. ശരിയല്ല? അതാണ് ഒരു 20-30 ഇയേഴ്സ് ആയിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്തവരൊക്കെ എനിക്ക് ഇപ്പോഴും അറിയാം. അപ്പം നമ്മളാണെങ്കിൽ ചെറിയ രീതി ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അതൊരു അൾട്രാ ലോങ് ടൈമിലേക്ക് തന്നെ വേണം ഫോക്കസ് ചെയ്യേണ്ടത്. അതായത് 5+ ഇയേഴ്സിലേക്കായിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത്. അതിൻ്റെ ഇടയ്ക്ക് ബാക്കി പണിയെടുക്കുക, ഇഷ്ടംപോലെ പണികളുണ്ടല്ലോ. കാരണം ഇതാണ് പല ആൾക്കാരും, നമ്മളിപ്പോൾ ഒരു ഡിഗ്രി 3 കൊല്ലം നമ്മൾ പഠിക്കണം, ഒരു ഡോക്ടറാണ് ഇത്ര കൊല്ലം നമ്മൾ പഠിക്കണം. പക്ഷേ ഇവിടെയോ ആ ഒരു ഡിസിപ്ലിൻ ഇല്ല. പിന്നെ എല്ലാവരും നോക്കുന്നത് എങ്ങനെ ഒരു പ്രോ ട്രേഡർ ആവും. ട്രേഡർ അല്ല, പ്രോ ട്രേഡർ ആവും. പുതിയൊരു ഏജൻസി വരുന്നത് ട്രേഡർ അല്ല, പ്രോ ട്രേഡർ ആവുന്നതാണ് ഇപ്പോൾ എല്ലാവരും നോക്കുന്നത്. അത് ഈ സോഷ്യൽ മീഡിയ കാണുന്ന ഒരു സംഭവമാണ്. ട്രേഡർ എല്ലാവർക്കും അതൊരു രീതിയിൽ പറയുന്ന സംസാരം ശരിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രേഡ് ബൈസെൽ അടിച്ചു കഴിഞ്ഞാൽ അവൻ ട്രേഡറായി. ഓക്കെ, അവൻ ട്രേഡ് ചെയ്യുന്നവൻ ട്രേഡർ എന്നൊരു സംഭവമാണല്ലോ. ബട്ട് പ്രോഫിറ്റബിൾ ആകുക എന്ന് പറയുന്നത് ഇച്ചിരി പ്രശ്നം പിടിച്ചൊരു പരിപാടിയാണ്. ടേക്സ് ടൈം. ഈ പറഞ്ഞ പോലെ ഒന്നുമില്ല, ആദ്യമേ നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കണം. 2%, 3% ഇല്ലെങ്കിൽ 5% മാസം എന്നൊക്കെ പറയുന്നത് ഭയങ്കര വലുതാണ് എന്നുള്ളത്. ആരും അത് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം നമുക്കൊരു വർഷം 12 മാസം നിന്നിട്ട് 6% ബാങ്കിൽ നിന്ന് കിട്ടുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് മറിച്ച് ജസ്റ്റ് ലൈക്ക് 2% കിട്ടിയാൽ അവർക്ക് പോരാ. അതാണ് ഏറ്റവും വലിയ. കാരണം 1 ലക്ഷത്തിന് നമ്മൾ ട്രേഡ് ചെയ്യുന്ന 2,000 രൂപ കിട്ടിയോ, 2%. ഒരു 5,000 രൂപ അവർ മാസം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് മതി. ആൻഡ് ഓൾസോ ആസ് എ ബിഗിനേഴ്സിനോട് ഞാൻ അവരോട് പറയുന്നത്, നിങ്ങൾ പ്രോഫിറ്റ് ഒന്നും ഉണ്ടാക്കണ്ട. നിങ്ങളുടെ ക്യാപിറ്റൽ എത്രയാണോ, ലെറ്റ്സ് 1 ലക്ഷം ആണെങ്കിൽ ആ മാസം അവസാനം 1 ലക്ഷം തന്നെ നിർത്താൻ പറ്റിയിട്ടുണ്ടോ? നിങ്ങൾ 90% ട്രേഡേഴ്സിനെക്കാളും ഹെഡാണ്. ഇതാണ് റിയാലിറ്റി. സോ അരുൺ, നമ്മൾ കുറച്ചു നേരം മാർക്കറ്റിംഗ് ഡിസ്കസ് ചെയ്തു. സോ അരുൺ ആലിസ് ബ്ലൂ ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അരുണിന്റെ ആലിസ് ബ്ലൂ ഒരു ജേർണി ജസ്റ്റ് ഒന്ന് പ്ലീസ്. നമ്മൾ ആദ്യമേ ഐ തിങ്ക് ലൈക്ക് ഒരു 3 years ആയി നമ്മളിപ്പോൾ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. ആൻഡ് ഓൾസോ നമുക്ക് കിട്ടുന്ന സപ്പോർട്ട് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അതായത് എസ്പെഷ്യലി നമുക്കിപ്പോൾ നമ്മുടെ ക്ലയൻസിന് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് വിത്തിൻ അവേഴ്സ്, അതായത് ഒരു ദിവസം പോലും വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട, നമുക്ക് ഇതിന് അവേഴ്സ് സോൾവ് ചെയ്ത് കിട്ടുന്നുണ്ട്. അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. വേറെ ഒരു ബ്രോക്കേഴ്സും നമുക്കത് കിട്ടുന്നില്ല. കാരണം നമ്മൾ ഇത്ര ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി ഇത്രയും സപ്പോർട്ട് കിട്ടുന്നില്ല. എവിടെയും കിട്ടുമെന്ന് എനിക്കും പ്രതീക്ഷിക്കുന്നുമില്ല. സാറൊക്കെ എപ്പോഴും നമുക്ക് അവൈലബിൾ
അവൈലബിൾ ആണ്. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ആൻഡ് ക്ലൈസിന്റെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ നോക്കി ചെയ്യുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി ആലിസ് ബ്ലൂവിന്റെ അത്ര സപ്പോർട്ട് നമുക്ക് വേറെ ഒന്നും കിട്ടുന്നില്ല. ഇനി നമ്മളത് പ്രതീക്ഷിക്കുന്നു. പ്ലാറ്റ്ഫോം ഓർഡർ ഇപ്പൊ എല്ലാവരും ആൽഗോ ട്രേഡിംഗിലാണ് വരുന്നത്, ശരിയല്ലേ? സോ ഒബിയസ്ലി അരുൺ ഓർഡർ യൂസ് ചെയ്യും, നമ്മുടെ API എല്ലാം നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നതാണ്. സോ എങ്ങനെയാണ് അരുൺ അത് ജസ്റ്റ് ഒന്ന് ഈ ആൽഗോ സൈഡിലേക്ക് പറയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഈ ജോലിക്ക് പോകുന്നവരുണ്ട്. അപ്പോൾ ഇവർക്ക് ഇതിലോട്ടൊന്നും ഫുൾ ടൈം നോക്കിയിരിക്കാനായിട്ട് പറ്റുന്നില്ല, ഇല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പോരാ, അവർക്ക് ഇച്ചിരി കൂടെ റിട്ടേൺ കിട്ടണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ആൽഗോയുടെ APIs ഏതുവാണെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. യൂസ് ചെയ്ത ഗുണമെന്ന് വെച്ചാൽ അവരുടെ അക്കൗണ്ടിൽ തന്നെ പൈസ ഇട്ടേക്കുന്നത്, വേറെ ആരെയും വിശ്വസിച്ചോ വേറെ എങ്ങുമല്ല. ഏത് ആൽഗോ വേണേൽ അവർക്ക് ഡിപ്ലോയ് ചെയ്യാം. ദെൻ അതിനനുസരിച്ചിട്ട് അവർക്ക് റിസൾട്ട് ജനറേറ്റ് ചെയ്യാനും പറ്റും. എല്ലാവരുടെയും പ്രശ്നം തന്നെ, ഇവർക്ക് നോക്കിയിരിക്കാൻ സമയമില്ല എന്നുള്ളതല്ലേ. നോക്കിയിരിക്കണ്ട, ആൽഗോ ഡിപ്ലോയ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് വെക്കോ, ബാക്കി അത് ചെയ്തോളും. ബൈ ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ നോക്കിക്കോ. അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്യാതെ ഒരു കാര്യത്തെപ്പറ്റി കുറ്റം പറയാൻ നിൽക്കാതെ ജസ്റ്റ് ട്രൈ ചെയ്തിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടോ ദെൻ അതിനെപ്പറ്റി നിങ്ങൾ നോക്ക് എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു എന്നുള്ളതിൽ. അല്ലാതെ ഈ ആരെങ്കിലും പറയുന്നതോ എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ടോ ഈ ആൽഗോസിനെ പറ്റി ചുമ്മാ നെഗറ്റീവ് പറഞ്ഞിട്ട് അത് വർക്കൗട്ട് അതിൽ ചുമ്മാ പോയി ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്യും. പൈസ പോയ ഇച്ചിരി പൈസയിലേ പോകത്തുള്ളൂ. ഈ വർക്കൗട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ലൈഫിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ. അതാ എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ ഒരു പേഴ്സണൽ ഫിനാൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അരുൺ എങ്ങനെയായിരിക്കും? പലർക്കും നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പലർക്കും ഇപ്പോൾ ഒരു ഐഫോൺ ഒരു ഫോൺ എടുത്തിട്ട് അതിൻ്റെ EMI അടയ്ക്കാൻ നമ്മൾ ജോലിക്ക് വരുന്നത്. സോ ആസ് ഒരു പേഴ്സണൽ ഫിനാൻസ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മളൊരു കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്യേണ്ടത് ലൈഫിൽ? പേഴ്സണൽ ഫൈനാൻസിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കാം. നമ്മുടെ ചിലവ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് ഇഷ്ടംപോലെ ആപ്സ് ഉണ്ട്. ഇല്ലെങ്കിൽ നമുക്കാണെങ്കിൽ എക്സലിനകത്ത് നമുക്ക് ബിൽഡ് ചെയ്ത് വെക്കാം ഓരോ ദിവസത്തെ ചിലവ് കാര്യങ്ങൾ ഒരൊറ്റ മാസത്തെ നിങ്ങൾ ചെയ്ത് നോക്ക്. നമ്മൾ ഈ ലോകത്തുള്ള എന്തിനെ പറ്റി നമ്മൾ സംസാരിക്കാൻ റെഡിയാണ്, പക്ഷെ സ്വന്തം പേഴ്സണൽ എക്സ്പെൻസിനെ പറ്റി നമ്മൾ സംസാരിക്കത്തില്ല എന്നത് റിയാലിറ്റിയാണ്. നമുക്കറിയാം നമ്മൾ ഓവറായിട്ട് സ്പെൻഡ് ചെയ്യാം, നമ്മൾ നോക്കാനായിട്ട് പേടിപ്പെടുന്ന ഒരു സ്ഥലം തന്നെ വേറെ എവിടെ വരെ നമ്മൾ നോക്കുക. ഇതാ റിയാലിറ്റി. സോ ഇൻ ദാറ്റ് കേസ് നമ്മളൊരു എക്സൽ ബിൽഡ് ചെയ്തിട്ട് നമ്മൾ നോക്കുക എക്സ്പെൻസ് എത്രയുണ്ട് എന്നുള്ളത്. ദെൻ അതിൽ വാണ്ടഡ് ആയിട്ടുള്ളത് ഏത്, നീഡ് ആയിട്ടുള്ളത് ഏത്, അനാവശ്യമായിട്ടുള്ള ഇത് നോക്കി വെക്കുക. നെക്സ്റ്റ് മന്ത് നമ്മൾ ഇത് ഇച്ചിരി ഒന്ന് കുറയ്ക്കാൻ നോക്കിയിട്ട് ഇൻവെസ്റ്റ്മെന്റ് സൈഡിലേക്ക് ഒന്ന് നോക്കുക. ആദ്യത്തെ മാസം തന്നെ അങ്ങനെ ഒന്നും നോക്കണമെന്നില്ല. ആദ്യം ചെറിയൊരു ഫസ്റ്റ് മന്ത് നമ്മൾ അനലൈസ് ചെയ്യുക. സെക്കൻഡ് മന്ത് നമ്മൾ അതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് മൂന്നാമത്തെ മാസം മുതൽ തുടങ്ങാം. ആൻഡ് ഓൾസോ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് ഇൻകം, എക്സ്പെൻസ്, സേവിങ്സ് 3 അക്കൗണ്ട് നമുക്ക് വേണം. ഇത് ഇൻകത്തിൽ തന്നെ ആയിരിക്കും എല്ലാവരും സേവ് ചെയ്യാൻ വെക്കുന്നത്, ഇൻകത്തിൽ തന്നെ ആയിരിക്കും എല്ലാവരും എക്സ്പെൻസ് വെക്കുന്നത്. നമ്മൾ ഗൂഗിൾ പേയിൽ പേ ചെയ്ത് അങ്ങ് സംഭവം പൊയ്ക്കൊണ്ടിരിക്കും. ഈവൻ ഇപ്പം എൻ്റെ ഏതൊരു കമ്പനി ആണെങ്കിൽ കൂടി ഈ കമ്പനിക്കെല്ലാം ഇൻകം വേറെ, എക്സ്പെൻസ് വേറെ, സേവിങ്സും വേറെ ആയിരിക്കും. സോ ഓൾമോസ്റ്റ് എനിക്ക് ഇത്ര മൾട്ടിപ്പിൾ കമ്പനീസ് ഉണ്ടെങ്കിൽ എല്ലാ കമ്പനിക്കും ഞാൻ ഇൻഡിവിജ്വൽ ഇത് ചെയ്യും. ആൻഡ് ഫൈനാൻസിൽ നിന്ന് എനിക്ക് ഒരാഴ്ച മുമ്പെങ്കിലും മിനിമം ഏറ്റവും കുറഞ്ഞതാണ്, നോർമലി 15 days ഞാൻ പറയുന്നത്, ഒരാഴ്ച മുമ്പെങ്കിലും എക്സ്പെൻസിൻ്റെ റിക്വസ്റ്റ് വന്നാലേ ഞാൻ ഇവിടുന്ന് അപ്രൂവ് ചെയ്തിട്ട് ഫണ്ട് അയച്ചു കൊടുക്കത്തുള്ളൂ. എത്ര രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യുന്ന പ്രോപ്പർ അല്ലെങ്കിൽ 0 പോകും. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഇൻകം, എക്സ്പെൻസ് ആൻഡ് സേവിങ്സ് 3 അക്കൗണ്ട് കീപ്പ് ചെയ്യുന്നത് നല്ലതാണ്. സ്വന്തമായിട്ടൊരു എക്സൽ കീപ്പ് ചെയ്യുക. ദെൻ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ്സിനെ പറ്റി നോക്കുക. കടവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ അതങ്ങ് അടച്ച് തീർക്ക്. ദെൻ ലേറ്റർ, കാരണം അതും നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെന്റാ. ആ എക്സ്ട്രാ കിട്ടുന്ന പൈസ വെച്ച് ഇപ്പം നമുക്കൊരു 3 EMIs, 2 EMI ഉണ്ട്, 3000 ആൻഡ് 2000-ന്റെ സ്നോബോൾ മെത്തേഡോ ഇല്ലെങ്കിൽ അവലാഞ്ച മെത്തേഡ് വെച്ച് നമ്മൾ 2000 ഫസ്റ്റ് അടച്ച് തീർത്തു. അപ്പോൾ എന്താ 2000 എക്സ്ട്രാ ഉണ്ട് ഒരു സെർട്ടൻ മന്ത് കഴിയുമ്പോൾ. ആ 2000 സ്പെൻഡ് ചെയ്യാനായിട്ടല്ല, മറ്റേ 3000 കൂടെ ചേർത്ത് 5000 എക്സ്ട്രാ പേ ചെയ്ത് എത്രയും പെട്ടെന്ന് ക്ലോസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങുക എന്നതാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യാറുള്ളത്. കാരണം ഈ പറഞ്ഞ വരുന്ന നമുക്കൊരു ആവശ്യം, അത്യാവശ്യം, അനാവശ്യം, ഇതിൽ 3 നമ്മൾ ചൂസ് ചെയ്തതിന് വയസ്സായിട്ട് ചെയ്യാനായിട്ട്. ഇതിൽ പലപ്പോഴും ഈ ഒരു നമ്മളറിയില്ല, എത്രയോ കുറെ അവയർനെസ് പ്രോഗ്രാം നമ്മൾ ആലിസ് ബ്ലൂ കുറെ നമ്മൾ എത്രയോ ഓവർ എന്നിട്ട് ഇപ്പോഴും ആൾക്കാർക്ക് ഇതിലേക്കൊരു എന്തൊരു പേടിയാണ്, ഞാൻ എങ്ങനെ തുടങ്ങണം, അല്ലെങ്കിൽ ഈവൻ എത്രയോ ക്ലാസ് നമ്മൾ പറയുന്നത് ഇപ്പോഴും ആൾക്കാർക്ക് അവരൊരു ഇത് എയിം കിട്ടുന്നില്ല. സോ എന്തായിരിക്കും നമുക്ക് അവർക്കൊരു പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ? വേറെ ഒന്നും ഫസ്റ്റ് ഈ ഒരു മാസത്തെ എക്സ്പെൻസ് മാത്രം ഒന്ന് എഴുതി വെച്ചു, സ്വന്തമായിട്ട് പേടി വന്നോളൂ. അതായത് ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നശിച്ചു പോകും എന്നുള്ളൊരു പേടി അവിടെ വരും. ദെൻ ലേറ്റർ നമ്മൾ അതിനെ ഒന്ന് തിരുത്താനായിട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാ. പിന്നെ മോർ ഓവർ എല്ലാവരും കംഫോർട്ട് സോണിലാണെന്ന്, ഇല്ലെങ്കിൽ അവർ സാറ്റിസ്ഫൈഡാ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിൽ. അംബീഷ്യസ് ആകുക, നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യണം, കുറേ പൈസ ഉണ്ടാക്കണമെന്നല്ല, കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം, കുറേ കാര്യങ്ങൾ സൊസൈറ്റിയിലേക്ക് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റണം, ഇല്ലെങ്കിൽ മോറോവർ കുറേ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കണം. ഇങ്ങനെയൊക്കെ കുറേ ഗോൾസ് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പൈസ ഉണ്ടാക്കണം എന്നൊരു നമുക്ക് തോന്നൽ വരും. അനാവശ്യമായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ആ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് കുറയും. സോ ഈ കംഫോർട്ട് സോണും ഈ പറയുന്ന പോലെ ഈ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിൽ ഹാപ്പി ആയിട്ട് നിൽക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അംബീഷ്യസ് ആകുക, ഗ്രീഡി ആകുക,
നമ്മൾ ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അല്ലാതെ അത് ഇങ്ങനെ എനിക്ക് ഉള്ളത് മതി എന്ന് വെച്ചിരിക്കുന്നത് മടിയാണ്. അല്ലാതെ അത് നമ്മളുടെ സെൽഫ് സാറ്റിസ്ഫാക്ഷനോ ഒന്നും അല്ല കാര്യം. ഈ മടി മാത്രമാണ് എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. ബാക്കിയുള്ളതൊക്കെ എല്ലാവരും ഫീൽ ചെയ്യും. സോ ഇപ്പോൾ ഒരു എ ആണല്ലോ, എല്ലാത്തിലും ഒരു എ ആണല്ലോ മെത്തേഡ്. സോ കമ്മിങ് ടു ഒബിയസ്ലി ആലിസ് ബ്ലൂ ഇപ്പോൾ ആ സ്കാൻഡൽ ഒരു എ പ്ലാറ്റ്ഫോം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ട്, സോ ഈ പറഞ്ഞ എയുടെ ഒരു ഇപ്പോഴത്തെ ഒരു ഈ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ തന്നെ ഈ മാർക്കറ്റ്സ് വരുമ്പോൾ എന്തായിരിക്കും ഒരു ആഡ് ഓണുകൾ ചെയ്യാനുള്ളത്? ഇവിടെ നമ്മൾ പറഞ്ഞ മറ്റേ ഒരു സംഭവം പോലെ തന്നെ മനുഷ്യരുടെ എല്ലാം അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടിൻ്റെ കേസാണ്. എ വന്നു കഴിഞ്ഞാൽ ജോലി പോകും, എ വന്നു കഴിഞ്ഞാൽ ഇത് പോകും, അങ്ങനെ ഒരു ചിന്തയിൽ എ എന്ന് പറയുന്ന ഒരു സാധനത്തെ കുറേ ആൾക്കാർ അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കാരണം എ വരുന്നതൊന്നും ശരിയല്ല എന്നുള്ളൊരു ചിന്ത അങ്ങനെയാണ് ആക്ച്വലി നിൽക്കുന്നത്. പക്ഷേ നമ്മൾ ഈ ചെറിയ ചെറിയ പ്രോംപ്റ്റ് വെച്ചുകൊണ്ട് ചാറ്റ് GPT അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ സാധനങ്ങൾ കൊണ്ട് പലതും ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി എത്ര കാണത്തുള്ളൂ ഫ്രീ ആണെങ്കിൽ. ബട്ട് ഹൈലി പെയ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് എന്തോരം ഉണ്ട്, അത് തരുന്ന റിസൾട്ട് എത്രത്തോളമാണ്. അതുപോലെ ഹൈലി പെയ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസാണ് ആലിസ് ബ്ലൂ യൂസ് ചെയ്യുന്നത്. ഇതുപോലെ ഫിൽട്രേഷൻ ചെയ്യാനായിട്ടും ഈ പറയുന്ന പോലെ സ്കാനേഴ്സ് ബിൽഡ് ചെയ്യാനും ചെയ്യുന്നത്. അപ്പം അതിൽ നിന്ന് കിട്ടുന്നത് നമ്മൾ ബ്ലൈൻഡ്ലി ഒന്നും വിശ്വസിക്കേണ്ട. ഫസ്റ്റ് അതൊരു സ്കാൻ ചെയ്ത് കുറച്ച് സംഭവങ്ങൾ കിട്ടുക. ഈ 6000-7000 സ്റ്റോക്കിൽ നിന്ന് ഒരു 5 എണ്ണം ഫിൽട്ടർ ചെയ്ത് കിട്ടിയാൽ നമുക്ക് അത്ര സന്തോഷമായി സുഖമായി. എന്നിട്ട് അതിനെ നമ്മൾ നമ്മളുടെ രീതിയിലൊന്ന് അനലൈസ് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ സുഖമായി. സോ അത് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഈ പറയുന്ന രീതിയിൽ എഐസ് ഡെഫിനറ്റ്ലി നമുക്ക് ഹെൽപ്ഫുൾ ആണ്. എസ്പെഷ്യലി ഫണ്ടമെന്റൽ അനാലിസിസിന്റെ കേസിൽ ഇറ്റ്സ് എ ഗെയിം ഓഫ് നമ്പേഴ്സ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈസിലി പെട്ടെന്ന് കിട്ടും. ടെക്നിക്കൽ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഗെയിം ഓഫ് നമ്പേഴ്സ് തന്നെയാണ്. ബട്ട് എന്നാൽ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ന്യൂസ് ബേസും കാര്യങ്ങളൊക്കെ ഇമ്പാക്ട് ഉണ്ടാകുമ്പോൾ ഉള്ളൊരു പെട്ടെന്നുള്ളൊരു ഇമ്പൾസ് അത് നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് സ്വന്തമായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. താങ്ക് യു അരുൺ. സോ ഇപ്പോൾ നമ്മൾ അടുത്തൊരു ഈ പറഞ്ഞ ഒരു വളരെ ഷോർട്ട് ടൈം തന്നെ ഇത്രയും കാര്യങ്ങളൊന്ന് കവർ ചെയ്തു. ഒബ്വിയസ്ലി താങ്ക് യു ഫോർ യുവർ വാല്യൂബിൾ ടൈം ഇന്ന് ഇവിടെ വന്ന് ഈ ഒരു സമയം സ്പെൻഡ് ചെയ്തതിന്. സോ നമ്മൾ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഈ പറഞ്ഞ മാതിരി കൂടുതൽ ഈ പറഞ്ഞ മാതിരി വ്യത്യസ്തമായിട്ടുള്ള നമ്മളിപ്പോൾ ജസ്റ്റ് പേഴ്സണൽ ഫിനാൻസ് സംസാരിച്ചു, ഒരു ട്രേഡർ ജേർണി സംസാരിച്ചു, ഈ പറഞ്ഞ മാതിരി കൂടുതൽ അടുത്ത് നമുക്കൊരു കമ്മോഡിറ്റി മാർക്കറ്റിനെ കുറിച്ചും ഡെറിവേറ്റിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ഒരു സെഷന് വേണ്ടി നമുക്ക് എത്തിയിരിക്കാം. സോ വൺസ് അഗൈൻ താങ്ക് യു. താങ്ക് യു പ്ലീസ്. താങ്ക് യു. Investments in security markets are subject to market risk. Read all the related documents carefully before investing.